പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നാം ഇന്ന് കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ കുടുംബത്തിനായി, നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും സംരക്ഷണവും അനുഗ്രഹവും തേടുന്നതിനായി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും കുടുംബമെന്ന ദാനത്തിന് നന്ദി പറയുന്നതിനും ഈ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ കുടുംബത്തിനായുള്ള ഈ ക്രിസ്തീയ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം വിശ്വാസപൂർവം അവസാനം വരെ പങ്കുചേരുക. കാരണം കൃപാസനം അമ്മ അത്ഭുതങ്ങളുടെ അമ്മ. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നാം കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ മാർഗനിർദ്ദേശം തേടി ഞാനിതാ ഒരു കുടുംബമായി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നു. പരസ്പരം സ്നേഹിക്കുവാനും പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബം ഐക്യത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ അനുഗ്രഹങ്ങളും കൃപയും എപ്പോഴും ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഓ കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. ഞങ്ങളെ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും നീതിയുടെ പാതകളിൽ നയിക്കുകയും ചെയ്യണമേ. എല്ലാ അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, കുടുംബം എന്ന സമ്മാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം കാണുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഒരിക്കലും നിസ്സാരമായി കാണുവാൻ അനുവദിക്കരുത്. ഒരുമിച്ച് കൂടുവാനുള്ള നിമിഷങ്ങളെ വിലമതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, രോഗമായാലും വൈകാരിക വേദനയായാലും മറ്റു വെല്ലുവിളികളായാലും പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെയും മറ്റ് എല്ലാ കുടുംബാംഗങ്ങളെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രോഗശാന്തി സ്പർശവും ആശ്വാസവും ഞങ്ങളുടെ മേലുണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ ജ്ഞാനവും മാർഗനിർദ്ദേശവും തേടുവാൻ ഇടയാകട്ടെ. അങ്ങേ ബഹുമാനിക്കുന്നതും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഏറ്റവും മികച്ച താല്പര്യങ്ങൾക്കനുസൃതവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പൂർണ്ണരല്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ചിലപ്പോൾ ഞങ്ങൾ പരസ്പരം വേദനിപ്പിക്കുന്നു. ഞങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ക്ഷമിക്കുവാനും ക്ഷമ തേടുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിനുള്ളിൽ സ്നേഹവും ക്ഷമയും പരിശീലിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ നല്ല അമ്മേ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അമ്മയുടെ സംരക്ഷണയിൽ ഏൽപ്പിക്കുന്നു. അവരെ കാക്കുകയും സംരക്ഷിക്കുകയും അവരുടെ വളർച്ചയിലും വികാസത്തിലും അവരെ നയിക്കുകയും അവർ വിശ്വാസത്തിലും ജ്ഞാനത്തിലും വളരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാ ധാരണകളെയും കവിയുന്ന സമാധാനം നൽകണമേ. സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സംഘർഷങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീട് ഐക്യത്തിൻ്റെയും ശാന്തതയുടെയും സ്ഥലമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ ഒരു കുടുംബം എന്ന നിലയിൽ ഒരുമിച്ച് നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് പരസ്പരം ആശ്രയിക്കുവാൻ ഇടയാകട്ടെ. പരീക്ഷണ സമയങ്ങളിൽ ധൈര്യവും സഹിഷ്ണുതയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭൂതകാല വർത്തമാന ഭാവി തലമുറകൾക്കായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബം ലോകത്തിലെപ്പോഴും അങ്ങേ പുത്രൻ്റെ വെളിച്ചത്തിൻ്റെ ഉറവിടമാക്കി മാറ്റണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കുമായി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ
അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അമ്മയുടെ സംരക്ഷണം യാചിക്കുവാനാണ്. ഇന്ന് ഒരു കഷ്ടപ്പാടും ഞങ്ങളുടെ മേൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുവാൻ ഒരു തിന്മയും അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ മൂടണമേ. ഞങ്ങളുടെ കാൽ കല്ലിൽ തട്ടാതിരിക്കാൻ ഞങ്ങളുടെ മേൽ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഓ നല്ല ദൈവമേ, ഇന്നെല്ലായ്പ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നില്ല. പക്ഷേ അങ്ങ് എപ്പോഴും അവരോടൊപ്പമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളെല്ലാവരെയും സുരക്ഷിതമായി സൂക്ഷിക്കുകയും കൂടുതൽ മഹത്വം നൽകുവാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകണമേ. ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും വിഷമിക്കാതിരിക്കുവാൻ അങ്ങേ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളിൽ നിന്ന് വെറുപ്പ്, കോപം, അസൂയ, കയ്പ് എന്നിവ അകറ്റി പകരം സ്നേഹം മാത്രം പ്രകടിപ്പിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കണമേ. ഓ കൃപാസനം പ്രസാദപരമാതാവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ വഴി നയിക്കണമേ. ഞങ്ങൾ പിന്നീട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളുടെ പരിചയമായിരിക്കണമേ. ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്കുള്ള ബന്ധം എപ്പോഴും നീ കാത്തു സൂക്ഷിക്കണമേ. വീട്ടിൽ വീണ്ടും കാണുവാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ വീടിനെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങൾ അകലെയായിരിക്കുമ്പോൾ അതിനൊരു ദോഷവും സംഭവിക്കാതിരിക്കുവാൻ അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു സങ്കേതമായി തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസാവസാനം ഞങ്ങളുടെ ക്ഷീണിച്ച ശരീരങ്ങൾക്ക് ഞങ്ങളുടെ ഭവനം എപ്പോഴും വിശ്രമത്തിനുള്ള സ്ഥലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, രാത്രിയിൽ ഞങ്ങൾ വിശ്രമിക്കുന്നത് പോലെ ഞങ്ങളെയും സംരക്ഷിക്കണമേ. ഇന്ന് രാത്രി എൻ്റെ ഭവനത്തെ ശല്യപ്പെടുത്തുവാൻ ഒരു നുഴഞ്ഞുകയറ്റക്കാരെയോ ദുരന്തങ്ങളെയോ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാ തരത്തിലുള്ള തിന്മയിൽ നിന്ന് സംരക്ഷിക്കുവാൻ അമ്മയുടെ ശക്തമായ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായവരെ ഈ നിമിഷം അങ്ങേ സമക്ഷത്തിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ രോഗശാന്തിക്കാരനും മഹാനായ വൈദ്യനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ശാരീരികമായി വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നൽകണമേ. നല്ല ദൈവമേ, അങ്ങയുടെ രോഗശാന്തിക്കരങ്ങളാൽ അവരെ സ്പർശിക്കണമേ. ഭവനങ്ങളിലും ആശുപത്രികളിലും പല വിധത്തിലുള്ള രോഗത്താൽ വിഷമിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം സമർപ്പിക്കുന്നു. ആരെയെങ്കിലും പ്രത്യേകമായി സമർപ്പിക്കുവാനുണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ പറയുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനമയച്ച് രോഗത്താൽ വിഷമിക്കുന്നവരെ സുഖപ്പെടുത്തണമേ. അങ്ങയുടെ രോഗശാന്തി ശക്തി അവരുടെ ശരീരത്തിലെ ഓരോ കോശത്തിലൂടെയും പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, വൈകാരികമായ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലെ അംഗങ്ങളെ സുഖപ്പെടുത്തണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരുടെ കഷ്ടപ്പാട് ശാരീരികമല്ല, പക്ഷേ അവർ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാം. ദൈവമേ, അവർക്കും ആശ്വാസം നൽകണമേ. ധാരണയെ മറികടക്കുന്ന സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. കോപം, വെറുപ്പ്, പിണക്കം, കയ്പ്, ക്ഷമിക്കാൻ കഴിയാത്തത് എന്നിവയാൽ നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ മനസ്സുകളെ സംശയത്തിൽ നിന്നോ ഉത്കണ്ഠയിൽ നിന്നോ വിഷാദത്തിൽ നിന്നോ മോചിപ്പിക്കണമേ. ഞങ്ങളിൽ സമാധാനപരമായ ഒരാത്മാവിനെ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പുനഃസ്ഥാപനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമായി തകർന്ന ബന്ധങ്ങൾ അവിടുന്ന് നേരെയാക്കണമേ. പരസ്പരം അനുരഞ്ജനപ്പെടുവാൻ വഴക്കുള്ള ബന്ധുക്കളെക്കാൾ കൂടുതൽ അവിടുന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ കർത്താവായ ദൈവമേ,
ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ല. അവിടുന്ന് ഞങ്ങളെ സ്നേഹത്തിൻ്റെ വക്താക്കളാക്കി മാറ്റി നന്മ ചെയ്യുന്ന വ്യക്തികളാക്കി മാറ്റണമേ. അങ്ങേ സ്നേഹത്താൽ ഞങ്ങളെ ചുറ്റിപ്പിടിക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്നേഹം ഞങ്ങളിൽ കവിഞ്ഞൊഴുകട്ടെ. അത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമായി പങ്കിടട്ടെ. നല്ല ദൈവമേ, അങ്ങേ അനുഗ്രഹങ്ങളുടെ ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. തക്ക സമയത്ത് ആവശ്യമായ കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ ശക്തിയുടെ ആത്യന്തിക ഉറവിടം. ഞങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ അങ്ങാണ് ശക്തൻ. ഞങ്ങൾ താഴ്ത്തപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ ഉയർത്തുന്നു. അങ്ങ് ഞങ്ങളുടെ ശക്തിയെ പുതുക്കുന്നു. ഞങ്ങൾ കഴുകന്മാരെ പോലെ ചിറകുകളിൽ പറന്നുയരുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ ശക്തമായ കൈകളാൽ എപ്പോഴും ഞങ്ങളെ ഉയർത്തണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ കേന്ദ്രബിന്ദുവായിരിക്കുവാൻ ഞങ്ങളെപ്പോഴും അങ്ങയോട് ആവശ്യപ്പെടുന്നത്. നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെ സമയങ്ങളിൽ ഞങ്ങൾ അങ്ങയിലേക്ക് നോക്കുന്നു. ജീവിതം ഞങ്ങൾക്ക് സ്വന്തമായി നേരിടാൻ കഴിയാത്ത നിരവധി വെല്ലുവിളികൾ ഞങ്ങൾക്കുണ്ട്. എന്നാൽ പിതാവായ ദൈവമേ, അങ്ങയുടെ കൂടെ ഒന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വഴിയിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും തരണം ചെയ്യുവാനുള്ള സഹിഷ്ണുത ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ നീ ഞങ്ങളുടെ ശക്തിയാണ്. ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിന്റെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങളെപ്പോഴും നന്ദിയുള്ളവരാണ്. നല്ല ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും പുതുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തരണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. നല്ല ദൈവമേ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെപ്പോഴും സമാധാനപ്രിയരല്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ പരസ്പരം വഴക്കിടുകയും കലഹിക്കുകയും ചെയ്യുന്ന സമയങ്ങളുണ്ട്. കോപം, കലഹം, കയ്പ് എന്നിവ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ അനുവദിക്കുന്ന സമയങ്ങളുണ്ട്. ഇതുമൂലം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ വേദനിപ്പിക്കുന്നു. ഓ നല്ല ദൈവമേ, പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ സ്വന്തം കുടുംബങ്ങൾക്കെതിരായി ഈ പാപങ്ങൾക്ക് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റി യഥാർത്ഥത്തിൽ സ്നേഹസമ്പന്നരായ വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങൾ വേദനിപ്പിച്ച അംഗങ്ങൾക്കും അതേ ക്ഷമ നൽകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെ താഴ്ത്തേണമേ. ഞങ്ങൾ അഹങ്കാരമില്ലാതെ ക്ഷമ തേടുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലെ മുറിവുകളെ സുഖപ്പെടുത്തുവാൻ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ഷമയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ അപേക്ഷകൾ സ്വീകരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ സമയങ്ങൾക്കും ഈ നിമിഷം പരിശുദ്ധ അമ്മ വഴി നന്ദി പറയുന്നു. പരസ്പര സഹവാസം ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകണമേ. ഓ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളോടൊപ്പം ആയിരിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ നല്ല ബന്ധങ്ങൾ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനം വാഴട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ കാരുണ്യം നിറയട്ടെ. യഥാർത്ഥ സന്തോഷം അനുഭവിക്കുക എന്നാൽ എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ഇതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് പരസ്പരം കാണിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, നീ ഞങ്ങളുടെ സമാധാന പ്രഭുവും ഞങ്ങളുടെ ഹൃദയങ്ങളെ കാക്കുന്നവനുമാകുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്കുള്ളിൽ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കുവാൻ ഞങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കണമേ. വിദ്വേഷകരമായ ചിന്തകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ കാരണക്കാരാക്കുവാൻ ഒരിക്കലും അനുവദിക്കരുത്. ഞങ്ങൾ ഓരോരുത്തരും എവിടെയായിരുന്നാലും ഞങ്ങളുടെ കുടുംബങ്ങളോടൊപ്പമുള്ള ജീവിതത്തിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അനിശ്ചിതമായ സമയങ്ങൾ നേരിടുമ്പോൾ കർത്താവായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ.
പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ ദാനങ്ങളും ഫലങ്ങളും നൽകി ഞങ്ങളെ സമൃദ്ധമായി നിറയ്ക്കണമേ. ഞങ്ങളിൽ ആരും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഒരിക്കലും അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ ഭവനങ്ങളിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സംരക്ഷണവും സാന്നിധ്യവും മാധ്യസ്ഥവും ഈ നിമിഷം യാചിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെ ഒരിക്കൽ കൂടി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ. അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഏറ്റവും പ്രത്യേകമായി പരിശുദ്ധാമ്മ കൃപാസനത്തിലൂടെ സംഭവിപ്പിക്കുന്ന എല്ലാ അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും അടയാളങ്ങളെയും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ജീവിതങ്ങളിലും അനുഭവവേദ്യമാക്കുവാൻ വേണ്ടി ഈ നിമിഷം കൃപാസനം അത്ഭുത പ്രാർത്ഥനയായ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 2 പ്രാവശ്യം നമുക്ക് ആവർത്തിച്ചു ചൊല്ലി ഇതുവരെ നടക്കാത്ത നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ കണ്ണുനീരുകളെ സമർപ്പിക്കാം. ഈ പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോൾ അമ്മ തീർച്ചയായും അത്ഭുതം പ്രവർത്തിക്കും. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം ഇപ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ
ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം, ഇപ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കൃപാസനം പ്രസാദപരമാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.